ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഭാഗവതം 11-ാം സ്കന്ധത്തിലാണ് ഉദ്ധവ ഉപദേശം വരുന്നത്. എപ്രകാരമാണോ മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചത്, അതുപോലെ തന്നെയാണ് ഭഗവാൻ ഉദ്ധവർക്ക് ഈ ആത്മജ്ഞാനം നൽകുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ അവസാനത്തെ ഉപദേശമാണ്. സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിൽക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ഭഗവാൻ ഉദ്ധവരെ ഉപദേശിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ഏതൊരുവനാണോ ഈ സംവാദത്തെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നത് അവൻ സകല കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുന്നു. കൂടാതെ ഏതൊരുവനാണോ എൻ്റെ ഭക്തന് ഈ ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നത് അവന് ഞാൻ എൻ്റെ ആത്മാവിനെ തന്നെ നൽകും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നീട് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം ഉദ്ധവ നിറകണ്ണുകളോടെ ഭഗവാനെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാദിമാം യഥാർത്ഥ ചരണാംബോജേ രതിസ്യ അനപായിനി എന്നതാണ് ആ ഒരു ശ്ലോകം. അതായത് ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഒരിക്കലും ഇളകാത്ത ഭക്തിതം എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ വീണ് ഉദ്ധവർ പ്രാർത്ഥിക്കുന്നത്. നമുക്കും ദിവസവും ഭഗവാനെ നമസ്കരിക്കുന്ന സമയത്ത് ഈ ഒരു ശ്ലോകം ചൊല്ലാവുന്നതാണ്. 11-ാം സ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകം വരുന്നത്. അതിനുശേഷമാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്, ഗച്ഛോത്തവമയാദിഷ്ടോ ബദ്രിയാഖ്യം മമാശ്രമം തത്ര മൽപാദ തീർത്ഥോദേ സ്നാനോപ സ്പർശനേ ശുചി. അതായത് ബദരികാശ്രമം എന്ന എൻ്റെ ആശ്രമത്തിലേക്ക് പോയി അവിടെ അളകനന്ദ എന്ന പേരോടുകൂടി എൻ്റെ പാദതീർത്ഥം അവിടെ ഒഴുകുന്നുണ്ട്. കണ്ട മാത്രയിൽ തന്നെ സകല പാപങ്ങളും നശിക്കുന്നതാണ് എന്നുള്ളതാണ് അളകനന്ദയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ ചെന്ന് അവിടെ കുളിച്ച് ഫലമൂലാദികൾ ഭക്ഷിച്ച് എന്നെ തന്നെ ധ്യാനിച്ചിരിക്കൂ എന്ന് ഭഗവാൻ അവസാനം ഉദ്ധവരോട് പറയുന്നു. ഇതാണ് ആ ഉദ്ധവോപദേശം. കഴിയുമെങ്കിൽ ഈ ഒരു ഭാഗം എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.